ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജാഫസ് ഇംഗ്ലീഷ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വാട്ട് ഈസ് പാറ്റേൺസ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ വാട്ട് ഈസ് പാറ്റേൺസ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്. സ്പോക്കൺ ഇംഗ്ലീഷിലെ പാറ്റേൺസ് എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. പ്രത്യേകിച്ച് നമ്മുടെ ടീം ഒരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു പോസ്റ്റർ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് 300 പാറ്റേൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാർക്കുള്ള ഡൗട്ട് വാട്ട് ഈസ് പാറ്റേൺസ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്. ഈ പാറ്റേൺസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഞാൻ ആ കാര്യം ഈ അദ്ദേഹത്തിൽ വ്യക്തമാക്കാം. അതിന് മുന്നോടിയായിട്ട് ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം, ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് യു ആർ മലാല ഡോട്ടർ ഓഫ് സ്വാത്ത് എന്ന് പറയുന്ന ഒരു 10-12 കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഒഴിച്ചുകൂടാൻ കഴിയാത്ത അത്രയും ആത്മബന്ധമുള്ള ആളുകളാണ്. കാരണം കഴിഞ്ഞ 10-15 വർഷത്തിൻ്റെ മുകളിലായിട്ട് 2012 മുതൽ ഇങ്ങോട്ട് യൂട്യൂബിൽ പല വീഡിയോസും മറ്റും ഒക്കെ ആയിട്ട് എന്നെ പിന്തുണയ്ക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് എത്ര അങ്ങോട്ട് തിരിച്ച് ഞാൻ എന്ത് ചെയ്താലും അത് മതിയാവില്ല. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്കൊക്കെ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യവും സന്ദർഭവും സൗകര്യവും വരാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഞാനിതുപോലെ ഗിവ് അവേ ആയിട്ട് വരാം. ഇന്ന് ഞാൻ എഴുതിയ കുറച്ച് പുസ്തകം, ഇതിൻ്റെ സെക്കൻഡ് എഡിഷനായി ബുക്കിൽ കുറച്ച് കോപ്പി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഒരു 20 കോപ്പി ഇത് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു മാനദണ്ഡമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ താഴെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും മാത്രം കമൻറ്റ് ചെയ്യാം. പേരും ഫോൺ നമ്പറും ആദ്യം കമൻറ്റ് ചെയ്യുന്ന 20 പേർക്ക് മാത്രമേ എനിക്ക് തരാൻ സാധിക്കുകയുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ 20 കോപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു പ്രൊമോഷനൊന്നുമല്ല. 20 കഴിഞ്ഞ് 21ാമതൊരു കോപ്പി പൈസ തരാം, എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇത് പ്രൊമോഷനായിട്ട് ആരും കരുതണ്ട. ഇനി ഒരു കോപ്പി ഞാൻ തരണമെങ്കിൽ ഇതിൻ്റെ പുതിയൊരു എഡിഷനൊക്കെ ഇറങ്ങേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിലവിലുള്ള എഡിഷനിലെ അവസാനത്തെ കോപ്പി എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രൊമോഷനല്ല, ഞാൻ എൻ്റെ ഒരു സ്നേഹ സമ്മാനം നിങ്ങൾക്ക് തരിക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനങ്ങനെ കണ്ടാൽ മതി. വൈകിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പേര് നമ്പറും കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ മുകളിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ മുകളിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് വായിക്കണം. അവിടെ 20 പേരുടെ പേര് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഓഫർ കഴിഞ്ഞു എന്നുള്ളതാണ്, 20 പേരായി എന്നുള്ളതാണ്. അപ്പോൾ വൈകി കാണുന്ന ആൾക്കാർ അത് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. സാഹിത്യവുമായി ബന്ധമുള്ള സാഹിത്യ പുസ്തകങ്ങളോട് താല്പര്യമുള്ളവർ മാത്രം പേര് ടൈപ്പ് ചെയ്താൽ മതി. കാരണം ഇതൊരു ലിറ്റററി വർക്കാണ്, ഇതൊരു പോയട്രി കളക്ഷനാണ്. അങ്ങനെ സാഹിത്യ പുസ്തകം കിട്ടിയാൽ വായിക്കാം. അല്ലെങ്കിൽ ജാഫറിൻ്റെ ഒരു പുസ്തകം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തരാൻ പറ്റാത്തതിലുള്ള വിഷമവും ഞാനിപ്പോൾ തുറന്നു പറയുകയാണ്. എനിവേ, നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ പാറ്റേൺസ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്. അതായത് നമ്മൾ ബ്രിസ്റ്റു ടീം നിങ്ങളുടെ മുമ്പിൽ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാച്ചും സിലബസും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ കൂടിയും നിങ്ങളുടെ മുമ്പിൽ പ്രാക്ടീസ് സെഷന് വേണ്ടി അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് ഞാനല്ല. നമ്മുടെ ടീമിലെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള 2 ടീച്ചേഴ്സാണ്. ഒന്ന് സന മാം, അതുപോലെ രേഖ മിസ്. ഇവർ 2 പേരുമാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. 15 ഡേയ്സ് ലെങ്ത്തുള്ള ഒരു പ്രാക്ടീസ് കോഴ്സാണ്. 15 ദിവസം 30 ക്ലാസ്സുകൾ, അതായത് ഒരു ദിവസം 2 ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടാവും. ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് 300 പാറ്റേൺസ്. അപ്പോൾ ഈ പോസ്റ്റർ കണ്ട പല ആളുകളുടെയും സംശയം, വാട്ട് ഈസ് പാറ്റേൺസ്. പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് സെൻറ്റൻസുകളായിട്ടാണ്, വാക്യങ്ങളായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്യങ്ങൾ എന്തും ആവാം. എല്ലാ വാക്യങ്ങൾക്കും ഒരു സ്ട്രക്ചറുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാഷ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പഠനം എന്ന രീതിയിൽ നമ്മളിതിനെ കാണുകയാണെങ്കിൽ 8ഓളം കാറ്റഗറി ആയിട്ട് നമുക്ക് ഇത്തരം പാറ്റേൺസിനെ കാണാൻ സാധിക്കും. ഒന്ന് ടെൻസ് പാറ്റേൺസ്, പാസീവ് വോയിസ് പാറ്റേൺസ്, മോഡൽ പാറ്റേൺസ്, കണ്ടീഷണൽ പാറ്റേൺസ്, കൺജങ്ഷൻ പാറ്റേൺസ്, കമ്പാരിറ്റീവ് പാറ്റേൺസ്, ഫ്ലുവൻസി പാറ്റേൺസ് ആൻഡ് അഡ്വാൻസ്ഡ് പാറ്റേൺസ്. അപ്പോൾ ഇതിലൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ 7ാമത് പറഞ്ഞിരിക്കുന്ന ഫ്ലുവൻസി പാറ്റേൺസ്. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ഫ്ലുവൻസി പാറ്റേൺസിലൊരു പാറ്റേണാണ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ്. അതൊരു പാറ്റേൺ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ തുടങ്ങി പറയാൻ പറ്റും. എങ്ങനെ? ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ്, ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ്. നിങ്ങൾ തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു ഹാഡ് കോൾഡ് മീ ഏർലിയർ.
ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു ഹാഡ് കോൾഡ് മീ ഏർലിയർ. നീ എന്നെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു ഹാഡ് ക്യാരിഡ് ആൻ അംബ്രല്ല, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് വി ഹാഡ് ക്യാരിഡ് ആൻ അംബ്രല്ല, നമ്മളൊരു കുട കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് നമുക്കൊന്ന് എന്ത് കാര്യം വേണമെങ്കിലും പറയാം. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ, ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. അപ്പോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്, ഒരു ഫ്ലുവൻസി പാറ്റേൺ ആണ്, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ഫ്ലുവൻസി പാറ്റേൺ. അങ്ങനെ ഒത്തിരി പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വാട്ട് ഐ മീൻ ഈസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, അല്ലെങ്കിൽ നീഡ്ലെസ് ടു സേ ആസ് ഫാർ ആസ് ഐ നോ, അല്ലെങ്കിൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. നമ്മൾ പറയാറില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്ത് സംസാരിക്കണമെങ്കിൽ അതിൻ്റെ മുന്നേ വരുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഘടന, അതാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫ്ലുവൻസി പാറ്റേൺ ആണ്. ഇനി ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാറ്റേൺ പറയാം. 6ാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പാറ്റേൺ ആണ്. കമ്പാരിറ്റീവ് പാറ്റേൺ ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു പാറ്റേൺ ആണ് ദ ഫ്യൂവർ പാറ്റേൺ. ദ ഫ്യൂവർ പാറ്റേൺ ഉണ്ട്, ദ മോർ പാറ്റേൺ ഉണ്ട്, അങ്ങനെ പല പാറ്റേൺ ഉണ്ട് ഈ കമ്പാരിറ്റീവിൽ. ദ ഫ്യൂവർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിട്ടുള്ളത്. ദ ഫ്യൂവർ ലൈ യു ടെൽ, ദ ഫ്യൂവർ പ്രോബ്ലംസ് യു വിൽ ഹാവ്. ദ ഫ്യൂവർ ലൈസ് യു ടെൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നീ എത്രമാത്രം കുറച്ച് നുണ പറയുന്നുവോ അത്രമാത്രം ദ ഫ്യൂവർ പ്രോബ്ലംസ് യു വിൽ ഹാവ്. നിനക്ക് അത്രയും പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. എത്രമാത്രം കുറച്ച് നീ നുണ പറയുന്നുവോ അത്രയും പ്രശ്നങ്ങളെ നിനക്കുണ്ടാവുള്ളൂ. വേറൊരു ഉദാഹരണം പറയാം. ദ ഫ്യൂവർ മിസ്റ്റേക്സ് യു മേക്ക്, ദ ഫ്യൂവർ കറക്ഷൻസ് യു വിൽ നീഡ്. മനസ്സിലായില്ലേ? ദ ഫ്യൂവർ മിസ്റ്റേക്സ് യു മേക്ക്, തെറ്റുകൾ ഏറ്റവും കുറച്ച് വരുത്തുന്നിടത്തോളം അത്രയും കറക്ഷൻ മതി, അത്രയും തിരുത്തലുകൾ മതി. എത്രമാത്രം കുറച്ച് തെറ്റുകളാണോ നീ വരുന്നത് അത്രമാത്രം തിരുത്തലുകളെ നിനക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ദ ഫ്യൂവർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ അത്. അതുപോലെ ദ മോർ യു ലവ് മീ, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ ദ മോർ ഐ ലവ് യു, അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ദ മോർ ദ ഫ്യൂവർ ദ ഓൾഡർ ദ ബെറ്റർ, അങ്ങനെ പലതുണ്ട്. അതായത് ഈ കമ്പാരിറ്റീവ് പാറ്റേൺസിൽ മാത്രം 10ഓളം പാറ്റേൺസ് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പാറ്റേൺസും കൂടെ കൂടിയിട്ട് 300ഓളം സ്പോക്കൺ ഇംഗ്ലീഷ് പാറ്റേൺസ് ഉണ്ട്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങളും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മറ്റ് പാറ്റേൺസ്. ഇപ്പോൾ ടെൻസ് പാറ്റേൺസ്, പല ടെൻസുകൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതിനൊക്കെ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് തെറ്റുകൂടാതെ പറയാൻ പറ്റും. പാസീവ് വോയിസ് എന്ന് പറയുന്നതും നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പാറ്റേൺസും കൂടെ കൃത്യമായിട്ട് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 300 പാറ്റേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു അപ്പർ ഇൻ്റർമീഡിയറ്റ് ലെവൽ സ്റ്റാൻഡേർഡിൽ വരെ സംസാരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് പാറ്റേൺസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മനോഹരമായിട്ട് ഭാഷ ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള പാറ്റേൺസിനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് കോഴ്സാണ്, ഷോർട്ട് ടേം കോഴ്സാണ് സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് 300 പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ജസ്റ്റ് ബേസ് മാത്രമേ നിങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ ബേസ് മുതൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്ത് ഒരു അപ്പർ ഇൻ്റർമീഡിയറ്റ് ലെവൽ വരെയൊക്കെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഭാഷാ പഠനത്തിൽ വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു കോഴ്സാണ് സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് 300 പാറ്റേൺസ് എന്ന് പറയുന്ന ഈ കോഴ്സ്. 15 ഡേയ്സ് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സാണ്. ഒരു ദിവസം 2 ക്ലാസ് വെച്ചിട്ടുണ്ടാവും. രാവിലെ 6:30ക്കും രാത്രി 8:30ക്കും ആയിരിക്കും സെഷൻസ് ഉണ്ടാവുക. ഇതിലൂടെ ലൈവ് ഇൻട്രാക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു പോകുന്ന കോഴ്സാണ്. ബാച്ച് കോഴ്സാണ്, 1 to 1 അല്ല. ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1299 ഇൻക്ലൂഡിങ് GST ആണ്. ഇതിൻ്റെ ഒപ്പം ആദ്യം ജോയിൻ ചെയ്യുന്ന 25 പേർക്കായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ 50 പേർക്ക് ഈ പാറ്റേൺസുകളുടെ എല്ലാം കളക്ഷനായിട്ടുള്ള അറൗണ്ട് 250 to 300 രൂപീസിൻ്റെ ഇടയിൽ വില വരുന്ന ഈ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ കോഴ്സ് ലൈവ് ഇൻട്രാക്റ്റീവ് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ലൈവ് ആയിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ ക്ലാസ്സുകളും ലൈഫ് ലോങ് ആക്സസിൽ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കിട്ടും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതിൻ്റെ നോട്ടുകളും ക്ലാസ്സിനൊപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ സ്പീക്ക് ഇംഗ്ലീഷ് 300 പാറ്റേൺസ് എന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. മുഴുവൻ ഡീറ്റെയിൽസും അയച്ചു തരും. അതുപോലെ ഫീസ് അടയ്ക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞുതരും. എല്ലാവരെയും സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് 300 പാറ്റേൺസ് എന്ന് പറയുന്ന ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.